PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ഒന്നാം റാങ്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നാണല്ലേ. പിന്നെ പഠിച്ച് തുടങ്ങുമ്പോൾ വിചാരിക്കും ആദ്യത്തെ 100 റാങ്കിലൊന്ന് വന്നാൽ മതിയായിരുന്നു. പിന്നെയും പഠിച്ച് മടുക്കുമ്പോൾ വിചാരിക്കും സപ്ലി ലിസ്റ്റിലെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്നല്ലേ. അപ്പോൾ ഒന്നാം റാങ്ക് തന്നെ നേടണമെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിച്ചാൽ പോരാ. ഒറ്റ ഒരു ചിന്തയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതല്ലെങ്കിൽ അത് എന്നുള്ള രീതി ചിന്തിക്കാൻ വേറെ കാര്യങ്ങൾ ഇല്ല. നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു സർക്കാർ ജോലി. ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ജോബിന് പോകാനോ ഒന്നും നമുക്ക് കഴിയില്ല. നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനമുള്ള ജോലി വേണം, അത് ഗവൺമെൻറ് ജോലി തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ പരിതസ്ഥിതി അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് സ്യൂട്ട് ആവുന്നത് ഗവൺമെൻറ് ജോലിയാണ്. പലപ്പോഴും PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നത് വീട്ടമ്മമാരും അതുപോലെ മറ്റ് ജോലികൾക്ക് പോയിട്ട് പാർട്ട് ടൈമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, സ്വന്തം കാര്യവും നോക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗവൺമെൻറ് ജോലി കൂടുതൽ സൗകര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. വിദേശത്തെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. നിങ്ങളുടെ അവസാനത്തെ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ജയിച്ചേ പറ്റുള്ളൂ. അത് ഒന്നാം റാങ്കോടുകൂടി മാത്രമേ ജയിക്കുള്ളൂ എന്ന വാശി മനസ്സിൽ ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലായിരിക്കാം പോകുന്നത്. നമുക്ക് ചിലവിന് തരാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ വീട്ടുകാരുണ്ടാവും. പക്ഷേ അതൊന്നും ശാശ്വതമല്ലെന്നും ജീവിതകാലം മുഴുവൻ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മളൊന്ന് വീണ് പോയാൽ നമ്മുടെ അച്ഛനും അമ്മയും അല്ലാതെ ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. എന്നും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ആളുകൾ ആരെങ്കിലും, അത് ഫ്രണ്ട്സ് ആകട്ടെ കുടുംബാംഗങ്ങളാകട്ടെ, ആരെങ്കിലും നിങ്ങളെ കൈപിടിച്ചുയർത്താൻ വരുമെന്ന്? അവർക്ക് അവരുടേതായ പരിമിതികൾ കാണും. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു ബലം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അവനവൻ തന്നെ സ്വന്തം കാലിൽ നിൽക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ പൈസ കാണും, സ്വത്ത് കാണും, എല്ലാം കാണും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അവനവൻ ഉണ്ടാക്കുന്ന ക്യാഷ് മാത്രമേ ശാശ്വതമായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ന് താന്നു പോയി കഴിഞ്ഞാലും നിങ്ങളെ പിടിച്ചുയർത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ജോലി മസ്റ്റാണ്. ഒന്നാം റാങ്കോടുകൂടി തന്നെ ജോലി നേടും എന്ന വാശിയാണ് മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ എന്ത് കാര്യം നേടുവാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് നേടുന്നത്. ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെ കൂടെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒന്നും തന്നെ നിങ്ങളുടെ കഷ്ടകാല സമയത്ത് കൂടെ ഉണ്ടാവില്ല. നാളെ ഒരിക്കൽ നിങ്ങളുടെ കൂടെപ്പിറപ്പുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെയോ നിങ്ങൾക്ക് സഹായിക്കണമെന്ന് തോന്നട്ടെ, നിങ്ങളുടെ കയ്യിൽ പൈസ വേണമെങ്കിൽ ജോലി ഉണ്ടാവണം. മറ്റൊരാളത്തെ കടം ചോദിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വേണ്ടപ്പെട്ടവരെ സഹായിക്കണമെങ്കിൽ പോലും നമുക്കൊരു ജോലി വേണം. വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പഠിച്ച് ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആവശ്യമായിട്ട് കാണുക. നിങ്ങൾക്കൊരു ദിവസം വെള്ളം കുടിക്കാതിരിക്കാനോ ആഹാരം കഴിക്കാതിരിക്കാനോ പറ്റില്ലല്ലോ. അത് നമ്മുടെ ആവശ്യമായിട്ട് മാറുമ്പോൾ നമുക്കൊരു ആർത്തി വരും അതിനോട്. അതുതന്നെയാണ് പഠനത്തിലും വേണ്ടത്. നമ്മുടെ ആവശ്യമാണ്. സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കാൻ ജോലി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആർത്തി വരും. പഠനത്തിൽ ശരിക്കും വേണ്ടത് ആർത്തിയാണ്. എന്ത് കാര്യങ്ങളും കേട്ട് പഠിക്കുക, അത് വീണ്ടും ഓർത്തെടുക്കുക, മാക്സിമം ചോദിച്ചറിയുക, അങ്ങനെയുള്ളൊരു ആർത്തി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരിക്കലും ആഹാരത്തോടല്ല ആർത്തി വേണ്ടത്, പഠനത്തോടാണ്. ജീവിതം ഒന്ന് സെറ്റാവുന്നത് വരെ പഠനത്തോട് ആർത്തി വയ്ക്കുന്നത് നല്ലതാവും. മോട്ടിവേഷന് വേണ്ടിയിട്ട് പലരുടെയും PSC നേടിയ സ്റ്റോറികൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കേൾക്കാം. അവർക്ക് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആ ഒരു നിലയിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാകും. ആരും കംഫർട്ട് സോണിൽ ഇരുന്ന് വരുന്നവരല്ല. കുഞ്ഞുങ്ങളുള്ളവരുണ്ടാവാം, ഡിവോഴ്സ് ആയവരുണ്ടാവാം, പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് PSC റാങ്ക് നേടി ജോലി വാങ്ങിയവരാണ് പലരും. അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് തോന്നും. ആ ഒരു സമയത്താണ് നമുക്ക് എത്രത്തോളം സമയവും കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളെക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ജോലി വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ജോലി ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മളെന്നും ലൈഫിൽ വെറും 0 ആയിരിക്കും. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു പവർ ഉണ്ടാവുകയുള്ളൂ. ആരെങ്കിലും നമ്മളെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കണമെങ്കിൽ നമുക്കൊരു ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് വരുമാനമോ കാര്യങ്ങളോ ഉണ്ടായിരിക്കണം. വീണ് കിടക്കുന്നതിനെ ചവിട്ടി താഴ്ത്താൻ 100 പേരുണ്ടാവും. ഉയർന്നു വരുന്നതിനെ കൈപിടിച്ചുയർത്താൻ അധികം ആളുകൾ കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വയം ഉയരുക. ആരും പിടിച്ചുയർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്.